ഹായ് ഓൾ വെൽക്കം ടു ജോ മൂവി വേൾഡ്. കളം കാവൽ പണം കണ്ടു, ടോപ്പ് ക്ലാസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ. ഇത് നവാഗതനായിട്ടുള്ള ജിതിൻ കെ ജോസാണ് ഇത് ഡയറക്ട് ചെയ്തേക്കുന്നത്. ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാർ ചേർന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. ഈ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ യൂഷ്വൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയിൽ നിന്ന് എന്താണ് ഇതിന് വ്യത്യസ്തമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മേക്കിങ്ങും സ്ക്രിപ്റ്റ് പോകുന്ന രീതിയും നാരേഷനും പിന്നെ പെർഫോമൻസിൽ ഓരോരുത്തർ എടുത്തു പറയേണ്ടതുണ്ട്. ഇതില് എന്താ പറയാ, കഥയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ക്രൈം ആദ്യം തന്നെ ഫസ്റ്റ് സീൻ തൊട്ടിട്ട് തന്നെ ക്രൈം കാണിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ തിയേറ്ററിലേക്ക് നേരെ വൈകാതെ എത്താൻ പറ്റുമോ നോക്കുക. വേഗം തന്നെ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ നമുക്ക് നമ്മുടെ അറ്റൻഷൻ ഈ പടത്തിന് ആവശ്യമാണ്. അപ്പോൾ ഒരു ക്രൈം, അതായത് ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാള് ഒരു കൊലപാതകങ്ങൾ നടത്തുന്ന സൈക്കോ കില്ലർ, ആ സൈക്കോ കില്ലറിനെ തേടി പിടിക്കാൻ വരുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ, ഇവർ തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് പടം. ഇതില് പ്രമോസിൽ ഇതിലൊക്കെ കണ്ട പോലെ തന്നെ ഇതില് കുറെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ ഓരോരുത്തരെ പേരെടുത്ത് പറയാൻ എളുപ്പമല്ല, കാരണം 10-20 മേലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. ഓരോ സീനിലും ചിലപ്പോൾ ഇവരൊക്കെ ഒരു സീൻ 2 സീനൊക്കെ ഉള്ളൂ, കുറച്ച് നേരങ്ങളോ നിമിഷങ്ങളോ ഉള്ളൂ, പക്ഷെ അവരാരും തന്നെ മിസ്കാസ്റ്റ് ആയിട്ട് ഇതിൽ അനുഭവപ്പെടില്ല. ഇതില് ശ്രുതി രാമചന്ദ്രനുണ്ട്, മാളവികയുണ്ട്, രതീഷ വിജയനുണ്ട്, ഗായത്രി അരുണുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. അതില് എല്ലാവരും നാച്ചുറലായിട്ട് കൺവിൻസിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതില് ശ്രുതിയുടെ ക്യാരക്ടർ അത്യാവശ്യം എന്താ പറയാ, ആ ഒരു ക്യാരക്ടർ നമുക്ക് ഫീൽ ആവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. രജീഷയെ സംബന്ധിച്ചിടത്തോളം രജീഷയുടെ ഒരു ടാലന്റ് അത്രയും സൂപ്പർ ഹൈ ആയതുകൊണ്ട് ഈ റോള് കാണുമ്പോൾ അവൾക്ക് ഇത് സിമ്പിൾ ആയിട്ടുള്ള റോളാണെന്ന് തോന്നും, പക്ഷെ അത് അങ്ങനെ വരുത്തി തീർക്കണതാണ് അവളുടെ ഒരു ആക്ടിങ് കഴിവ്. അത് കൺവിൻസിങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഇതില് കുറച്ച് സീനുകളുള്ളെങ്കിലും ഒരു ടച്ചിങ്, ഒരു ഫീല്, വന്ന് തോന്നിയ കഥാപാത്രം എന്ന് പറയുന്നത് ഗായത്രി അരുണ്യാണ്. അത് എനിക്ക് വളരെ ആ ഒരു പ്രത്യേക ഒരു ആക്ടിങ്, അതൊരു സിമ്പിൾ, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി. അങ്ങനെ കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ പണി വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ജിബിൻ ഗോപിനാഥ്, ഇപ്പോൾ അയാള് ഇപ്പോൾ DSI ആയാലും ഇപ്പോൾ ആളുടെ ഒരു കരിയോഗ്രാഫ് ഇങ്ങനെ നല്ല സപ്പോർട്ടിങ് റോളുകളിലേക്ക് ഡെപ്ത് ഉള്ള, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള നീറ്റായിട്ട് ചെയ്യുന്ന കഥാപാത്രമായിട്ട് ആൾ ഇതിലും പെർഫോം ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഇനിയും സ്കോപ്പ് ഉണ്ട്, ആൾക്ക് നല്ലൊരു കാലിബറുള്ള ആക്ടറാണ്, ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലിങ്ങനെ ചെറിയ ചെറിയ റോളുകൾ, അസീസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. ഇനി ഇതിന്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് പറയുകയാണെങ്കിൽ ആ ഒരു നരേഷൻ, അതായത് വില്ലനെയും നായകനെയും ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവരുടെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി കാണിച്ച് ആ ഒരു സ്ക്രിപ്റ്റും ആ ഒരു ഡയലോഗ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഇതില് പല ഡയലോഗുകളും ചിലത് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിരിക്കാം, ചിലത് ഭയങ്കര പവർഫുൾ ആയിരിക്കാം. അങ്ങനെ കഥാപാത്രങ്ങൾ പറയണ ആ ഒരു ശൈലി അടക്കം നല്ല നാച്ചുറലായിട്ട് വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വളരെ എനിക്ക് പേഴ്സണലി നല്ല ഒരു എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ട് തോന്നി. പക്ഷേ ചിലവർക്ക് ചിലപ്പോൾ ഇതിന്റെ നരേഷൻ ചിലപ്പോൾ സ്ലോ തോന്നിയേക്കാം, അതിപ്പോൾ എനിക്കറിയില്ല. പിന്നെ ഇതിൽ ചിലവർക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യം ചിലപ്പോൾ ഇതിൽ ഫുള്ളി ക്രൈം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ ആയതുകൊണ്ട് അറിയില്ല എല്ലാവർക്കും എങ്ങനെയാണെന്ന്. പക്ഷെ അതൊന്നും ഇതിലൊരു പോരായ്മയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം ആ രീതിയിലാണ് നവാഗതനായിട്ടുള്ള ഡയറക്ടറാണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ മികച്ച ഒരു ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡിബറ്റ് തന്നെയാണ് ജിതിൻ കെ ജോസിന് ലഭിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം 2 ലീഡിങ് പെർഫോമൻസുകളുടെ പവർ ഹൗസ് അവരുടെ ആക്ടിംഗ് ആണ്. ആദ്യം നായകൻ, ഇതിൽ വിനായകൻ ആണ് നായകൻ എന്നതിൽ ആ ഒരു സംശയം വേണ്ട. വിനായകൻ കുറെ കാലത്തിന് ശേഷം ആളുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അങ്ങനത്തെ ഒരു റോളാണ് ഇതിലത്തെ പോലീസ് ഓഫീസർ ആയിട്ടുള്ള റോള്. അതായത് വളരെ സട്ടിലായിട്ടുള്ള ഒരു പെർഫോമൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഡയലോഗൊക്കെ പ്രസന്റ് ചെയ്യുന്ന രീതി, ചില ബോഡി ലാംഗ്വേജസ്, വാക്കിംഗ് ആണെങ്കിൽ കൂടി നമ്മൾ ഇതുവരെ കാണാത്തൊരു വിനായകനെ കണ്ട പോലത്തെ ഒരു പ്രതീതിയായിരുന്നു ഇതില് ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. വിനായകന്റെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരു കിടിലൻ പെർഫോമൻസ്. ആ കഥാപാത്രത്തിനെ കുറിച്ചിട്ട് കൂടുതൽ പറയണമെങ്കിൽ അത് സ്പോയിലറായി പോകുമെന്ന് പറയുന്നില്ല. അപ്പോൾ വിനായകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് വില്ലൻ മമ്മൂക്ക, എന്താ പറയാ, ഓരോ പടം കഴിയുന്നതോറും മൂപ്പരയിൽ ഇനിയും എന്തൊക്കെയോ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, ഇനിയും വെടിക്കെട്ടിനുള്ള ഐറ്റംസ് ഉണ്ട്, ഫയർ വർക്ക്സ് ഉണ്ടെന്ന് പറയില്ലേ. അതായത് ഇങ്ങനെ ഈ ചില വൈൻസ് ഒക്കെ ഇല്ലേ, അതായത് കാലം കയറും തോറും അതിന് വീര്യം കൂടി വരുന്ന ഒരു എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് മമ്മൂക്ക എന്ന അതിശക്തമായ വൈൻ. അത് ഇതില് കൂടുതൽ തീവ്രമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ സൈക്കോ ആയിട്ടുള്ള സീരിയൽ കില്ലറിനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മമ്മൂക്കാനൊന്നും കാണാൻ പറ്റില്ല. ആ കില്ലർ കഥാപാത്രം, ആ ഒരു സൈക്കോ കഥാപാത്രം അവസാനം അയാൾ എങ്ങനെയും പിടിക്കണം, അങ്ങനെ കൊല്ലണം എന്നുള്ള ചിന്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കണ്ട് കയറും. അത് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നടന്റെ ഒരു കഴിവ്. അത് വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്.
ആ മമ്മൂക്കയോടൊപ്പം കട പിടിച്ചിട്ട് വിനായകന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഒരു പെർഫോമൻസ് ആണ് പടത്തിന്റെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾ അടുത്ത് തന്നെ തിയേറ്ററിൽ പോയി കാണുക. സ്പോയിലേഴ്സ് പരമാവധി എന്നല്ല, സ്പോയിലേഴ്സ് പറയാതെ ഇരിക്കുക. ഇതിൽ സ്പോയിലർ എന്ന് പറഞ്ഞാൽ സസ്പെൻസ് ഫാക്ടർ അല്ല, കഥ എങ്ങനെയാണ് പോണത്, കഥയുടെ നിർണായക ഭാഗങ്ങൾ അത് വെളിപ്പെടുത്താതിരിക്കുക. തിയേറ്ററിൽ പോയി പടം കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്നെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.